ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്തു, എക്സസൈസ് ചെയ്തു. ഇനി നമ്മൾ അതോടൊപ്പം ഡെയിലിയായി, അതായത് ദിവസേന നമുക്കതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാവുന്ന നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ നമുക്കതെങ്ങനെ ഡെയിലി യൂസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഞാനിപ്പോൾ പറയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇനി നടക്കുന്ന കാര്യങ്ങൾ. ഈ 3 രീതിയിലാണല്ലോ നമ്മൾ മെയിനായിട്ടും പഠിച്ചത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സെൻറ്റൻസുകൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ദിവസേന നാം പറയാൻ സാധ്യതയുള്ള സെൻറ്റൻസുകളൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഉണരുന്നു എന്ന് പറയുന്നതിന് ഐ വേക്കപ്പ്. അത് സാധാരണ ഒരു റൊട്ടീനായ ഒരു ദിനചര്യ ആയതുകൊണ്ട് അത് നമ്മൾ വേക്കപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇന്നലെ ഞാൻ ഉണർന്നു, 6 മണിക്ക് ഉണർന്നു എങ്ങനെ പറയും? വേക്കിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? വോക്കാണ്, WOKE. ഐ വോക്കപ്പ് അറ്റ് 6 AM യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ നാളെ ഞാൻ 6 AM ഉണരും എന്നാണെങ്കിലോ, ഐ വിൽ വേക്കപ്പ് അറ്റ് 6 AM ടുമോറോ. ഐ വിൽ. അപ്പോൾ അത് നമുക്ക് ഞാൻ ഉണരുന്നു, ഞാൻ ഉണർന്നു, ഞാൻ ഉണരും. ഇനി ഞാൻ എഴുന്നേൽക്കുക, ഇപ്പോൾ ആ ഐ എന്ന് പറയുന്നത് ഹി ആയാലോ, ഹി വേക്സ് അപ്പ് അറ്റ് 6 AM ടുഡേ. ഹി വോക്കപ്പ് അറ്റ് 6 AM യെസ്റ്റർഡേ. ഹി വിൽ വേക്കപ്പ് അറ്റ് 6 AM ടുമോറോ. കണ്ടോ? അപ്പം ഐയും ഹീയും വന്നപ്പോൾ ഉള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ ഉണരുന്നു എന്നുള്ളതിന് വേക്കപ്പായി, എഴുന്നേൽക്കുന്നു എന്നുള്ളതിന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, Day 1 പ്രാക്ടീസിൽ പഠിച്ചിരുന്നു. ഐ ഗെറ്റപ്പ്, ഞാൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ ഐ ഗെറ്റപ്പ് അറ്റ് 6 AM ടുഡേ. ഞാൻ ഉണർന്നു, അല്ലെങ്കിൽ ഞാൻ എന്നും ഉണരുന്നത് ആ സമയത്താണ് എന്നൊരു മീനിങ്ങും കൂടി റൊട്ടീനായ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനകത്തുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ഇന്നലെ എഴുന്നേറ്റു എന്നാണെങ്കിലോ, ഐ ഗോട്ടപ്പ് അറ്റ് 6 AM യെസ്റ്റർഡേ. അപ്പോൾ ആ ഗെറ്റിൻ്റെ പാസ്റ്റായ ഗോട്ട്. ഞാൻ ഇന്നലെ 6 AM എണീറ്റു. ഇനി ഞാൻ നാളെ 6 മണിക്ക് എഴുന്നേൽക്കും എന്നാണെങ്കിലോ, ഐ വിൽ ഗെറ്റപ്പ് അറ്റ് 6 AM ടുമോറോ. അപ്പോൾ ഇത് ഹീ ചേർത്തൊന്ന് പറഞ്ഞോളൂ. ഹീ ഗെറ്റ്സ് അപ്പ് അറ്റ് 6 AM ടുഡേ. ഹീ ഗോട്ടപ്പ് at 6 AM yesterday. He will get up at 6 AM tomorrow. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണെങ്കിലോ, അതായത് ഞാൻ 6:30 പ്രാർത്ഥിക്കുന്നു എന്നാണെങ്കിൽ ഐ പ്രേ അറ്റ് 6:30 AM ടുഡേ ഓർ എനി ഡേ. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഉണരുന്നു, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാവും. എന്നാൽ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണെങ്കിൽ ഐ പ്രേഡ് അറ്റ് 6:30 AM യെസ്റ്റർഡേ. അപ്പം നാളെ പ്രാർത്ഥിക്കും എന്നാണെങ്കിൽ ഐ വിൽ പ്രേ അറ്റ് 6:30 AM ടുമോറോ. ഓക്കെ, അപ്പോൾ അത് ഹീ വെച്ചിട്ട് പറയുമ്പം ഹീ പ്രേസ് അറ്റ് 6:30 AM ടുഡേ. ഹീ പ്രേഡ് അറ്റ് 6:30 AM യെസ്റ്റർഡേ. ഹീ വിൽ പ്രേ അറ്റ് 6:30 AM ടുമോറോ. ഇനി അടുത്തതായിട്ട്, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 7 o'clock കഴിക്കുന്നു. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM ടുഡേ. ഓക്കെ, ഇന്ന് കഴിക്കുന്നു എന്നാണേ. എന്നാൽ ഇന്നലെ കഴിച്ചിരുന്നു എന്നാണെങ്കിലോ, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM യെസ്റ്റർഡേ. അപ്പം നാളെ ഞാൻ കഴിക്കും, ഐ വിൽ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM ടുമോറോ. അപ്പം ഇത് തന്നെയാണ് ഹീ ചേർത്ത് എഴുതിയാൽ, ഹീ ഹാസ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. ഹീ ഹാഡ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM യെസ്റ്റർഡേ. ഹീ വിൽ ഹാവ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM ടുമോറോ. ഇനി ഐ റീഡ് ദ ന്യൂസ് പേപ്പർ അറ്റ് 8 AM. അപ്പം ഞാൻ എന്നും ന്യൂസ് പേപ്പർ 8 മണിക്ക് വായിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വായിക്കുന്നു 8 മണിക്ക്. അതെങ്ങനെ പറയും? ഐ റീഡ് ദ ന്യൂസ് പേപ്പർ അറ്റ് 8 AM ടുഡേ. അപ്പോൾ ആ ന്യൂസ് പേപ്പർ ഇന്നലെ വായിച്ചിരുന്നു എന്നാണെങ്കിലോ, റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് റെഡാണ്, പ്രൊനൗൺസിയേഷൻ റെഡാണ്, സ്പെല്ലിങ് READ തന്നെയാണ്. അപ്പോൾ ഐ റെഡ് ദ ന്യൂസ് പേപ്പർ അറ്റ് 8 AM യെസ്റ്റർഡേ. എന്നാൽ അത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴോ,
I will read the newspaper at 8 a.m. tomorrow. Okay. ഇനി ഞാൻ 8 മണിക്ക് ഒരു കോഫി കുടിക്കുന്നു എന്നാണെങ്കിലോ, I drink a cup of coffee at 8 a.m. today. ഇന്ന് കുടിച്ചു അല്ലെങ്കിൽ ഇന്ന് കുടിക്കുന്നു എന്നാണ്. എന്നും അതൊരു ദിനചര്യ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. എന്നാൽ ഇന്നലെ ഞാൻ കുടിച്ചിരുന്നു, I drank a cup of coffee yesterday at 8 a.m. ഓക്കെ. നാളെ കുടിക്കുന്നതാണെങ്കിലോ, I will drink a cup of coffee tomorrow at 8 a.m. അപ്പോൾ ഇന്ന് ഞാൻ 8 മണിക്ക് കുടിക്കുന്നു, ഇന്നലെ ഞാൻ 8 മണിക്ക് കാപ്പി കുടിച്ചിരുന്നു, നാളെ ഞാൻ 8 മണിക്ക് കാപ്പി കുടിക്കും. ഓക്കെ. പിന്നീട് ഞാൻ 8:30 കുളിക്കുന്നു, I take a shower at 8:30 a.m. today. I take a shower. അത് ഇന്നലെ ഞാൻ കുളിച്ചിരുന്നു 8:30. I took a shower. ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ took. I took a shower at 8:30 a.m. yesterday. ഇനി നാളെ ഞാൻ 8:30 കുളിക്കും എന്നാണെങ്കിൽ അത് പറയുന്നത് I will take a shower at 8:30 a.m. tomorrow. അപ്പോൾ I take a shower, I took a shower, I will take a shower. ഓക്കെ. ഇനി ഞാൻ 9 മണിക്ക് സ്കൂളിൽ പോകുന്നു, I go to school at 9 o'clock. ഓക്കെ. ഞാൻ 9 മണിക്ക് സ്കൂളിലേക്ക് പോകുന്നു. എന്നാൽ ഞാൻ ഇന്നലെ പോയിരുന്നു, I went to school. ഗോയുടെ ഡിഡ് ഫോമാണ് വെൻറ്റ് ടു സ്കൂൾ അറ്റ് 9 a.m. yesterday. നാളെ പോകും എന്നാണെങ്കിലോ, I will go to school at 9 a.m. tomorrow. ഓക്കെ. ഇവിടെ ഐ ചേർത്ത് പറഞ്ഞ I read newspaper എന്നുള്ളത് നമ്മൾ ഹീ ചേർത്ത് പറഞ്ഞു. ഇനി I take a shower എന്നുള്ളത് ഹീ ചേർത്ത് എങ്ങനെ പറയും? അവൻ 8:30 കുളിക്കുന്നു, ഹീ ടേക്സ് എ ഷവർ അറ്റ് 8:30 a.m. അവൻ 8:30 കുളിച്ചിരുന്നു, ഹീ ടുക്ക് എ ഷവർ അറ്റ് 8:30 a.m. yesterday. നാളെ അവൻ 8:30 കുളിക്കും, ഹീ വിൽ ടേക്ക് എ ഷവർ അറ്റ് 8:30 a.m. tomorrow. പിന്നെ നമ്മൾ പറഞ്ഞു I go to school. അത് അവൻ സ്കൂളിൽ പോകുന്നു, ഹീ ഗോസ് ടു സ്കൂൾ അറ്റ് 9 a.m. ഇനി അവൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു, ഹി വെൻറ്റ് ടു സ്കൂൾ അറ്റ് 9 a.m. yesterday. നാളെ അവൻ സ്കൂളിൽ പോകും, ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ അറ്റ് 8:30 a.m. ഓക്കെ. ഇനി I return to my home at 4 p.m. അതായത് ഞാൻ സ്കൂളിൽ നിന്നും 4 മണിക്ക് തിരിച്ചു വരുന്നു എന്നാകുമ്പം റിട്ടേൺ. I return to home at 4 p.m. ഞാൻ 4 p.m. വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ഞാൻ ഇന്നലെ 4 p.m. വന്നിരുന്നു. അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഇന്നലെ 4:30 വന്നു, ഇല്ലെങ്കിൽ 4:30 പോയി, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതെങ്ങനെയാവും? I returned home at 4 p.m. yesterday. നാളെ ഞാൻ 4 മണിക്ക് വരും എന്നാണെങ്കിലോ, I will return to home at 4:30 p.m. tomorrow. ഓക്കെ. അപ്പം അത് ഹീയിലേക്ക് മാറുമ്പം ഹി റിട്ടേൺസ് ടു ഹോം, റിട്ടേൺസ് എന്നാണ്, ഹോം അറ്റ് 4 p.m. ടുഡേ. എന്നാൽ യെസ്റ്റർഡേ ആണെങ്കിൽ ഹി റിട്ടേൺഡ് ടു ഹോം അറ്റ് 4 p.m. യെസ്റ്റർഡേ. ഇനി നാളെ ആണെങ്കിലോ, ഹി വിൽ റിട്ടേൺ ടു ഹോം അറ്റ് 4 p.m. ടുമോറോ. ഓക്കെ. അപ്പോൾ അത് അത്രയും, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ഇനി ഒരു സെൻറ്റൻസ് കൂടെ പറയാം. I complete my work at 8 p.m. ടുഡേ ആണത്. ഞാൻ എൻ്റെ ജോലി 8 മണിക്ക് തീർക്കുന്നു. അപ്പം ഇന്നലെ ഞാൻ തീർത്തിരുന്നു, I completed my work at 8 p.m. yesterday. നാളെ ഞാനത് തീർക്കും, I will complete my work at 8 p.m. tomorrow. അപ്പോൾ ഇതേ രീതിയിൽ ഹീ വെച്ച് പറയുമ്പോഴോ, അവൻ്റെ ജോലി രാത്രി 8 മണിക്ക് തീർക്കുന്നു. ഹീ കംപ്ലീറ്റ്സ് ഹിസ് വർക്ക് അറ്റ് 8 p.m. ഇന്നലെ തീർത്തിരുന്നു എന്നാണെങ്കിൽ ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് അറ്റ് 8 p.m. യെസ്റ്റർഡേ. നാളെ തീർക്കും എന്നാണെങ്കിൽ ഹി വിൽ കംപ്ലീറ്റ് ഹിസ് വർക്ക്
tomorrow at 8 p.m. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, നാം ഓരോ ദിവസവും ഉണരുക, എഴുന്നേൽക്കുക, പോവുക, കഴിക്കുക, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് വേർഡ്സ് എന്താണ് വെർബ് നിങ്ങൾക്കറിയാം. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് കമൻ്റായിട്ട് ഇടുക. ഓക്കെ. അവൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഉണരുന്നു. എല്ലാ ദിവസവും. അപ്പം എവ്രി ഡേ എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അവരുടെ ജോലി 10 മണിക്ക് പൂർത്തീകരിക്കുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ. അവൾ 8 മണിക്ക് സ്കൂളിൽ പോയി. ഞാൻ നാളെ 10:30 ഓഫീസിൽ എത്തും. അറൈവ് എന്നാണ്, ഓഫീസിൽ എത്തും. അവൻ്റെ ജോലി നാളെ കംപ്ലീറ്റ് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഇനി അവർ നാളെ ബുക്ക് വായിക്കും. അവൻ 8 മണിക്ക് എല്ലാ ദിവസവും കുളിക്കുന്നു. ഞാൻ ഇന്നലെ ഡയറി എഴുതിയിരുന്നു. ഞങ്ങൾ നാളെ പഠിക്കാൻ പോകും. അവർ എൻ്റെ വീട്ടിൽ ഇന്നലെ വന്നിരുന്നു. അവർ എൻ്റെ വീട്ടിൽ ഇന്നലെ വന്നിരുന്നു. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അറിയാവുന്ന രീതിയിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ഹോംവർക്കുകളും ചെയ്യാം. നിങ്ങൾ സ്വയമായിട്ട്, അതായത് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി അടുത്തതായിട്ടൊരു ഹോംവർക്ക് കൂടെ ഞാൻ തരുന്നത്. ഇത്രയും ക്വസ്റ്റ്യനുകൾ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ 3 രീതിയിൽ യെസ്റ്റർഡേയും ടുഡേയും ടുമോറോയും വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതി ഒരു 10 എക്സസൈസ് എങ്കിലും കമൻ്റായിട്ടിടുക, മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ്. ഏറ്റവും മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ എക്സസൈസുകൾ മുടക്കാൻ വരുത്താതെ അയക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.